നമ്മുടെ ക്രിസ്മസ് നടന്ന സ്ഥലമാണ്. ഏകദേശം ഒരു പാക്കപ്പൊക്കെ പറഞ്ഞ് പോയി. ഓൾമോസ്റ്റും ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ കണ്ടോ, ഇവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഓൾമോസ്റ്റും പോയി. ഇനി തിരിച്ച് കാർ പാർക്കിംഗ് ഒക്കെ ആയി തുടങ്ങി. സോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആൻഡ് ഞങ്ങളുടെ സിറ്റിയുടെ അവിടെ എന്തോ കാര്യമായിട്ട് അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. ഒരു റൗണ്ടൊക്കെ കണ്ടോ. ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഉരുളൻകിഴങ്ങ് പിന്നെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ ഇങ്ങനെ ഉണ്ടാക്കണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക, ഇങ്ങനെ മുറിക്കുക. പിന്നെ പുഴുങ്ങിയിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. എന്നിട്ട് മെല്ലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് മെല്ലെ ഒന്ന് ചൂടാക്കാനായിട്ട് ഓവനിൽ വയ്ക്കും. ആ ഗ്യാപ്പിൽ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഷ്വാർട്സ് ടീ, അതായത് കട്ടൻ ചായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കട്ടൻ കാപ്പി എന്ന് പറയാൻ പറ്റില്ല, കട്ടൻ ചായ. സോ അതുണ്ടാക്കാനായിട്ട് ആ സാധനം പിന്നെ ഇവിടുത്തെ വെള്ളം എടുത്ത് ഇതിലേക്ക് ലേശം ഒഴിക്കുക. ചുരുങ്ങിയ ഗ്യാപ്പിൽ നമ്മുടെ ഫുൾ കോസ്റ്റ് ബ്രോട്ട് ഇവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി കൊണ്ടുവയ്ക്കാൻ കട്ടൻ ചായ നേരെ മേശയിലേക്ക് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ഓവനിൽ സാധനം റെഡി ആയിട്ടുണ്ട്. തുറക്കുക. അപ്പോൾ നമുക്ക് ഉരുളൻകിഴങ്ങ് കാണാം ചെറിയ രാവിട്ട്. അതിൻ്റെ അകത്ത് നല്ല തന്നെ ടേബിളിലേക്ക് വയ്ക്കുക. ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. തൊലി കളയാൻ ടൈം ഉണ്ടായിരുന്നില്ല ബ്രോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വിതറുക. അതുപോലെ തന്നെ ചെറുതായിട്ട് കുരുമുളക് ഇങ്ങനെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായെന്ന് ഇങ്ങനെ ആക്കുക. ഒരു ചൊവ്വാഴ്ചയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൊവ്വാഴ്ചകളിൽ ഇറച്ചി കഴിക്കാണ്ട് പച്ചക്കറി മാത്രം കഴിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അതായത് ഇറച്ചി കഴിക്കില്ല എന്നല്ല, ഇറച്ചി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വെട്ടി വിഴുങ്ങും. ഇങ്ങനെ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് പോലെ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കും. വെജിറ്റബിൾസ് മാത്രം കഴിക്കാനായിട്ട് ഞാൻ പറയാനില്ല ആരോടും. ചിക്കൻ ആഡ് ചെയ്യണം, മീറ്റ് ആഡ് ചെയ്യണം, ഫിഷ് ആഡ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ബ്രെഡ്, അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വെച്ച് അടയ്ക്കണം. സോ ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇന്ന് മോർണിംഗ്. എൻ്റെ പൊന്നു മോനെ, കാലത്ത് ഇതെനിക്ക് ഇറങ്ങുമോ? എനിക്കിതൊക്കെ ഇറങ്ങും. എൻ്റെ ഒരു പ്രത്യേകതരം വായ, അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇറങ്ങും. പേടിക്കേണ്ട. ഞാൻ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. സോ ഇതൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സമയമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇന്നലെ പുഴുങ്ങിയതാണ്. ആൻഡ്